ഇനി നമ്മൾ കാണുന്നത് അബുദാബിയിലെ ബാബ്സ് മന്ദിറാണ്, ഹിന്ദു ക്ഷേത്രം. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. വിശാലമായ സ്ഥലത്ത് നമ്മുടെ സൂര്യക്ഷേത്രത്തിൻ്റെ ഒരാകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മാർബിൾ കൊണ്ടൊക്കെയാണ് അതിൻ്റെ നിർമ്മിതികൾ. അത് കാണാം നമുക്ക്. ഈ ക്ഷേത്രത്തിൽ സാധാരണ ഉള്ളതുപോലെ ഒരു കാണിക്ക അതിൻ്റെ എൻട്രൻസ് അല്ല, കുറേ മാറി നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. അതിനകത്ത് എൻ്റെ കയ്യിൽ ദിർഹംസ് ഒന്നും ഇല്ലായിരുന്നു, പകരം ഒരു 10 രൂപയുടെ നോട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്ത് കാണിക്കയായിട്ട് നിക്ഷേപിച്ചു. നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു നിലവിളക്കിൽ ഇങ്ങനെ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തിയൊന്നും വച്ചിട്ടില്ല. ഈ സിന്ദൂരം വേണമെങ്കിൽ നമുക്കെടുത്ത് നെറ്റിയിൽ ചാർത്താം. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. കുറേ സ്ഥലം ഉണ്ട്, നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രം. ഇവിടെ ഇപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഒരു ടൂറിസം പോലെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന അതിൽ പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ മലയാളത്തിൽ ഐക്യം എന്ന് എഴുതിയിട്ടുണ്ട്. മലയാള ഭാഷയും അവിടെ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മതി, ഐക്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടപ്പാത എന്ന് പറയുന്നത് മനോഹരമായ മാർബിൾ ടൈലുകളാണ്. മാർബിളിലെ ടൈലുകൾ, ഇരുവശങ്ങളിലും ജലാശയം ഉണ്ട്. വല്ലാത്ത കാഴ്ചയാണ്. ചെരുപ്പ് സൂക്ഷിക്കുന്നതിനുണ്ട്, നമ്മളിടുന്ന ചപ്പലുകൾ സൂക്ഷിക്കുന്നതിനുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ ഹാള് തന്നെയുണ്ട്. അതിനകത്ത് ആയിരക്കണക്കിന് റാക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ റാക്കുകളിൽ നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാമെന്നുള്ളതാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കുളത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പശുവിൻ്റെ തലയാണ്. പശുവിൻ്റെ വായ്ക്കകത്തു നിന്ന് ജലം ഇതിനകത്തേക്ക് വീഴുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഉയരത്തിലാണ്. 2 വശങ്ങളിലും ജലാശയമുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം. വലിയ ഉയരത്തിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ഒരുപാട് പടികളുണ്ട്. ഒരു പിങ്കും വൈറ്റും ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടെ. സ്റ്റെപ്പെല്ലാം വൈറ്റ് മാർബിളാണ്, അതിൻ്റെ സൈഡ് പിങ്ക് കളറ്. ഈ ഓരോ പടികളും കയറി നമ്മൾ മുകളിലെത്തണം. നല്ല വൃത്തിയാണ്, നീറ്റ്. ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ്. കുറേ സ്റ്റെപ്പുണ്ട്. അത് നമ്മൾ നടന്ന് കയറുന്നതൊന്നും അറിയത്തില്ല. എത്ര ക്ഷീണമുണ്ടെങ്കിലും ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മളറിയാണ്ട് ഏത് സ്റ്റെപ്പ് എത്ര അവശനായിരുന്നാലും കയറിപ്പോവും. അത്ര ഒരു രസകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം മുന്നിലെത്തി കഴിഞ്ഞു. ഒരു സൂര്യക്ഷേത്രത്തിൻ്റെ മോഡലിലാണ് അതിൻ്റെ ഗുജറാത്ത് സ്റ്റൈല്. അതിനകത്ത് ഈ കാണുന്നത് കംപ്ലീറ്റ് ഓരോരോ തൂണിലും പലതരത്തിലുള്ള രൂപങ്ങൾ, ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ശില്പികളെ നമസ്കരിക്കണം. അപാരമായ സൗന്ദര്യത്തോടു കൂടിയാണ് ആ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ രൂപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഓരോ ഓരോ റൗണ്ടും ഓരോ ഗ്രൂപ്പ് കഥകളാണ്. കഥകളിങ്ങനെ രൂപങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ തൂണുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ്. വൈകുന്നേരമാണ് നമ്മൾ എത്തുന്നത്.
പുറത്തുനിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അത് പകർത്തിയെടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമാണ് ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. എന്നാലും പരമാവധി നന്നായിട്ടത് കിട്ടിയ സമയം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെ കൊത്തുപണികളെല്ലാം വളരെ രസമാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പഴയ ശൈലി, ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഒരു ആധുനിക ശൈലി ഉണ്ടെങ്കിൽ പോലും നമ്മളെ പഴയ ശില്പനിർമ്മാണ രീതി തന്നെയാണ് ഇതിലും അനുവർത്തിച്ചിരിക്കുന്നത്. വിശ്വകർമ്മജരുടെ കരവിരുത് അപാരം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ശില്പികളെയൊക്കെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അതിന് ഒന്നും അധികമാകത്തില്ല. അന്തം വിട്ടു അതിനകത്ത്. ഇപ്പോൾ ഇതെല്ലാം പുറമേ ഉള്ള കാഴ്ചയാണ്. മഹാഗണപതി പുറമേ ഉള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ക്യാമറകൾക്ക് പ്രവേശനമില്ല. ക്ഷേത്രത്തിനകം പൂർണ്ണമായിട്ടും വൈറ്റ് മാർബിളാണ്. അപ്പോൾ അതിനകത്ത് വച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് തുടക്കം എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവൻ, പാർവതി, മുരുകൻ, ആ ഒരു കുടുംബം. അത് കഴിഞ്ഞ് കാണുന്നതെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ, ആ കുടുംബം. അത് കഴിഞ്ഞ് മഹാവിഷ്ണു, ആ ഒരു ഇത്. അത് കഴിഞ്ഞ് തിരുപ്പതി ഭഗവാൻ, ആ ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് സാക്ഷാൽ അയ്യപ്പൻ സിംഗിൾ ആയിട്ടുള്ള അയ്യപ്പൻ. അത് കഴിഞ്ഞ് വലതുവശം അവസാനമായിട്ട് സാക്ഷാൽ ശ്രീരാമനും സീതയും ഹനുമാനും, അങ്ങനെ ആ ഒരു ഗ്രൂപ്പ്. ഇങ്ങനെയുള്ളത് കംപ്ലീറ്റ് മാർബിളിലാണ്. ഈ പ്രതിമകൾക്ക് ചുറ്റും സ്വർണവും വജ്രവും കൊണ്ടുള്ള കവറിങ്ങാണ്. ആഭരണങ്ങളൊക്കെ വജ്രമാണ്. ഇതുപോലെ ഇത്ര എയർപോർട്ടിനേക്കാളും ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമ്മളെ ബെൽറ്റും സർവ്വ സാധനങ്ങളും ഊരി കൊടുക്കുന്നു, സ്കാൻ ചെയ്യാൻ കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ എൻട്രൻസിലും സർവ്വ സാധനങ്ങളും ഊരി സ്കാൻ ചെയ്യാൻ കൊടുത്ത് ലാസ്റ്റ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അകത്ത് കടത്തി വിടുകയുള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. എന്നുവെച്ചാൽ അത്രമാത്രം വസ്തുവകകൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഭഗവാന്റെയൊക്കെ തിരുരൂപ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും വജ്രങ്ങളും സ്വർണങ്ങളും ഒക്കെ കൊണ്ടാണ്. അതൊക്കെ മനോഹരം തന്നെയാണ്, കാണേണ്ട കാഴ്ചയാണ്. നമുക്ക് അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ക്യാമറ അതിനകത്ത് കയറാൻ അനുവദിക്കില്ല, എടുക്കുന്നതും ശരിയല്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ പൂജിക്കാനൊന്നും പൂജാരിയൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പൂജാരി മണിയടിക്കും, പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമില്ല. നമുക്ക് ഓരോ നടയിലും ചെന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകം നല്ല സ്വസ്ഥമായ, മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. നമുക്കവിടെ തറയിലിരുന്ന് പ്രാർത്ഥിക്കാം. തറ എന്ന് പറയുന്നത് മാർബിളാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഓരോ നടയിലും ചെന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ പൂജാരി ഭസ്മവും ചന്ദനമൊക്കെ എടുത്ത് തരുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ നിലവിളക്കിനകത്ത് കുങ്കുമം, അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രസാദം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രസാദം ഉണ്ട്, അയ്യപ്പക്കഞ്ഞി. അതിനോടൊപ്പം ഒരു കറി വയ്ക്കാറുണ്ട്, കായും അതുപോലെ കടലയും ഇതൊക്കെ ചേർത്ത് ഒരു മിക്സഡായിട്ടുള്ള. അല്ലാതെ മറ്റു പ്രസാദങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ക്ഷേത്രം പണിയാൻ അവസരം തന്നവർക്കും പണിതവർക്കും നന്ദി. നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം, ഇതെല്ലാം ഒന്ന് നേരിട്ട് കാണണം.